ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോഴിക്കോട് ഭക്ഷണം കഴിച്ച പണം ചോദിച്ചതിന് ഹോട്ടൽ തല്ലി തകർത്തു. ഹോട്ടൽ ജീവനക്കാരനെ അടിച്ച് പരിക്കേൽപ്പിച്ചു. അളിയൻസ് ഹോട്ടലിലാണ് മദ്യപ സംഘത്തിന്റെ അതിക്രമം നടന്നത്. 2 ആഴ്ച മാത്രം മുൻപാണ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. അളിയൻസിൽ ചില അളിയന്മാരല്ലാത്തവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതാ മദ്യപിച്ചില്ല, വാടാ വാടാ. കയ്യിലെന്തോ കമ്പിയോ എന്തോ കരുതിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പൈസ ചോദിച്ചതിലാണ്. കോഴിക്കോടുള്ള ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ അടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവസ്ഥ നോക്കി. ഹോട്ടലിൻ്റെ അവസ്ഥയാണ്. അടിച്ചൊരു പരുവാക്കി. നല്ല അൽഫാമിൻ്റെ പീസും ഐക്കുറയുടെ പീസും ഒക്കെ ഇരിക്കുന്നതാണ്. ഒരു പരുവാക്കി അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് പൈസ ചോദിച്ചു. പൈസ ചോദിച്ചപ്പോൾ അളിയൻസ് എന്ന ഹോട്ടലിൽ കയറി അവർ അടിച്ചങ്ങ് തകർത്തു. 2 ആഴ്ച മുമ്പ് തുടങ്ങിയ ഹോട്ടലാണ്. ആ ചെറുപ്പക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടാവുമല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പൈസ കൊടുക്കണം, പക്ഷേ ഹോട്ടലിൽ തല്ലി തകർക്കുകയാണോ? ഇതാരാണ് ചെയ്തതെന്നുള്ള കുറിച്ചുള്ള വിവരമുണ്ടോ? CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഒരു കമ്പിയോ കമ്പോ ഒക്കെ പിടിച്ചൊരാൾ നിൽപ്പുണ്ട് അവിടെ. അഭിജിത്ത് മുഴക്കും. അരുൺ, ഇതിൽ ഒരാളെ പോലീസ് പിടികൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഹോട്ടൽ ഉടമകൾ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ഇതിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് 2 പേർക്ക് കൂടിയായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ അരുൺ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കേവലം 2 ആഴ്ച മാത്രം മുൻപ് പ്രവർത്തനം ആരംഭിച്ചതാണ് മിംസ് ആശുപത്രിക്ക് സമീപത്തുള്ള അളിയൻസ് എന്ന ഹോട്ടൽ. അതാണ് ഇപ്പോൾ ഇങ്ങനെ വലിയൊരു ദുർഗതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഭക്ഷണം കഴിച്ച് പണം ചോദിച്ചു എന്നുള്ളതാണ് ഈ ഹോട്ടൽ ഉടമകൾ അല്ലെങ്കിൽ ഈ ഹോട്ടൽ ജീവനക്കാർ ചെയ്ത തെറ്റ്. അതിന് പിന്നാലെ പ്രകോപിതരായ ഈ സംഘം ഹോട്ടൽ അടിച്ചു തകർത്തു. നമുക്ക് ആ ദൃശ്യങ്ങൾ. മുഹമ്മദ് ഷാലി, ഈ ഹോട്ടലിന്റെ ഉടമ, നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മുഹമ്മദ് ഷാലി, എന്താ സംഭവിച്ചത്? ഹലോ. കേൾക്കാം മുഹമ്മദ് ഷാലി, എന്താണ് സംഭവിച്ചത്? ഒരു 3 പേര് വന്ന് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. എത്ര പേര്? 3 പേര്. 3 പേര്, 4 പേരുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ ഭക്ഷണം കഴിക്കാതെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. 3 പേര് ഭക്ഷണം കഴിച്ചു. അവരെന്താ ഓർഡർ ചെയ്തത്? ഭക്ഷണം കഴിച്ചു. അവര് അൽഫാം, മന്തി, ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. എല്ലാ ആവശ്യത്തിനും കഴിച്ചു. അത്യാവശ്യത്തിന് കഴിച്ചല്ലോ. എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവര് ബില്ല് ചോദിച്ചപ്പോ പറഞ്ഞു, ബില്ല് ഞങ്ങൾ കൊടുക്കാറില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളെ അറിയാം കൊടുക്കാറില്ല. ബില്ല് കൊടുക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് ഷോപ്പിൽ അങ്ങനെ പറ്റില്ല, ബില്ല് വേണമെന്ന് പറഞ്ഞു, ബില്ല് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആരാ ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മളിന്റെ സ്റ്റാഫ് മീൻസ് അളിയൻ തന്നെയാണ് ആള്. ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷാലി അടുത്താണോ പറയുന്നത് ഞങ്ങള് ബില്ല് പൈസ ഒന്നും കൊടുക്കാറില്ല, നീ ആരാടാ ബില്ല് ചോദിക്കാനൊക്കെ ചോദിച്ചാണോ അടിക്കുന്നത്? അതെ അതെ അതെ. നിങ്ങളെ അടിച്ചോ മുഹമ്മദ് ഷാലിക്ക്? ഇല്ല ഞാൻ അവിടെ ഉണ്ടായിരുന്ന എന്റെ അളിയൻ തന്നെയാണ് അന്ന് ക്യാഷിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവനാണ് ചോദിച്ചിരുന്നത്. അപ്പൊ അവനാണ് ആദ്യം വന്നവരടിച്ചു. ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 പേര് ഭക്ഷണം കഴിച്ചു. ബില്ല് പേയ്മെന്റിലുള്ള സെറ്റിൽമെന്റിലേക്കുള്ള വന്നപ്പോഴാണ് ഈ ബില്ലിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് കഴിയാറായിട്ടുള്ളൂ. ആ ആള് എണീച്ച് വന്നിട്ട് ഒറ്റയടി. അങ്ങനെ അടിക്കുകയുണ്ടായത്. അതിന് ശേഷം ഈ 2 പേര് പുറത്തു പോയിട്ട് കുറച്ച് കല്ലും ഇതൊക്കെ എടുത്ത് വന്നിട്ട് ഗ്ലാസിന്റെ മറ്റേ അലമാറിന്റെ ചില്ലും ഇതൊക്കെ അടിച്ചു പൊട്ടിക്കുക. പിന്നെ ഷേനാദിനെ വടി കൊണ്ടൊക്കെ അടിക്കുകയായിരുന്നു ചെയ്തത്. അതിൽ ഒരാളെ ഞങ്ങള് നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടെ സ്ഥിരമുള്ള ആൾക്കാർ തന്നെയാണ്, ഇവിടെ കണ്ടുപിടിച്ചുള്ള ആൾക്കാർ, അവിടെയുള്ള നാട്ടുകാരാണെന്നാണ് കേട്ടത്. അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ഇവിടെ സ്ഥിരം ഉണ്ടാവുന്ന ആൾക്കാരാണെന്നാ. ഈ വല്ലതും അടിച്ചിട്ടാണോ വന്നത്? ഡ്രിങ്ക്സ് അതെ അതെ അതെ, ഡ്രിങ്ക്സ് ആണ്. 3 പേരും ഡ്രിങ്ക്സിലാണ്. ഇവർ അടിച്ചു തകർക്കുമ്പോ എന്താ ഈ പറയുന്നത് മുഹമ്മദ് ഷാലി? അതിൽ ഒരാൾ എന്തൊക്കെയോ പരാക്രമമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് അവര്. മറ്റേ അതിനും CCTV ദൃശ്യം അവര് 2 പേര് പുറത്തു പോയി വന്നതിന് ശേഷം ഈ അടിച്ചതിന് ശേഷം 2 പേര് പുറത്തേക്ക് ഓടിയിട്ട് കല്ലും വടിയൊക്കെ എടുത്ത് വരികയും ചെയ്തു. ഈ കമ്പിയാണോ കയ്യിലിരുന്നേ? അവന്റെ കമ്പിയാണെന്ന് തോന്നുന്നേ. അയാള് ആവശ്യത്തിന് മന്തിയൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു അല്ലേ? നല്ല മദ്യത്തിലാണ്. 3 പേര് നല്ല ഒരു ബോധമില്ലായിരുന്നു. എനിക്ക് അവിടെ പേടിയുണ്ടായിരുന്നു അവരെ അവിടെ ഛർദ്ദിക്കുകയോ മറ്റും ചെയ്യോ
അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത്രയും ഫിറ്റ് ആയിരുന്നു അവര്. ഛർദിച്ചാ വല്ല പോയി, പക്ഷെ നമ്മുടെ കട പോയില്ലേ? ഇവർ രണ്ടാഴ്ചയായിട്ട് തുടങ്ങിയതുകൊണ്ടെന്ന് പറയുന്നത് കേട്ടു. 2 ആഴ്ചയുള്ളൂ തുടങ്ങിയിട്ട്. അളിയൻസിന്റെ പേരിട്ടത് നിങ്ങൾ അളിയനും അളിയനും കൂടി തുടങ്ങിയതാണോ? അതെ അതെ. എന്താ ചെയ്യുക? ഇപ്പൊ എത്ര രൂപയുടെ നഷ്ടം വന്നതാണ് മുഹമ്മദ് ഷാലി? അത് ആ ഗ്ലാസിന്റെ അലമാര, പിന്നെ നെയിം ബോർഡ്, അങ്ങനെ കുറെ ഒരുപാട് നഷ്ടം ഉണ്ടായി. പിന്നെ അന്നത്തെ ബിസിനസ്സും പോയി. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഫുഡും പോയി. 2-3-4 പേര് ഓർഡർ ചെയ്ത് വെച്ചിരുന്നു, ആ ഓർഡറും ക്യാൻസലായി. ഒരുപാട് പൈസ എന്തായാലും 1 ലക്ഷം രൂപയുടെ മുകളിൽ വരും. അത് നോമ്പൊക്കെ തുറന്നു വരണ സമയല്ലേ, റംസാൻ മാസം. അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല ഷാലി, ഇതിനൊക്കെ ഒരു നല്ല ഒരു ഇത് കിട്ടും കേട്ടോ. ഒരു പരീക്ഷണമായിട്ട് കൂട്ടിയാൽ മതി. എന്തായാലും ഇനി ഉണ്ടാവാതിരിക്കും, നമുക്ക് നോക്കാം. നമ്മളെന്തായാലും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു മുഹമ്മദ് ഷാലി. അയാൾ എന്ത് ഇങ്ങനെയൊക്കെ കാണിക്കും? എന്ത് മദ്യപിച്ചിട്ടേ എന്തായാലും കാണിക്കുന്നതിന് അയാൾക്ക് പിടികിട്ടുന്നില്ല. അയാൾ അടിക്കുന്ന പറഞ്ഞിട്ട് ഈ ഷാലി പറയുന്നുണ്ട് അയാൾ ഇപ്പം അവിടെ വീഴും എന്ന മട്ടിലായിരുന്നു എന്നുള്ളതാണ്.